ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ അവിടുത്തെ മനോഹരമായ ചരിത്രത്തിൽ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രവും അതിന് തൊട്ടുടനെ ഉണ്ടായ ഹംറാ ഉൽ അസദ് എന്ന സ്ഥലത്തേക്കുള്ള സൈനിക നീക്കവുമാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഈ സീറയിലെ അടുത്ത വരികൾ ഇങ്ങനെയാണ്: ഫൽഖംറു ഹുർരിമത് യഖീനൻ ഫസ്മഅൻ ഹാദാ വഫീഹാ ഉലിദ സിബ്തുൽ ഹസൻ. ഫൽഖംറു ഹുർരിമത് യഖീനൻ ഫസ്മഅൻ. പിന്നീടുണ്ടായ വളരെ പ്രസിദ്ധമായ മറ്റൊരു സംഭവം മദ്യം ഹറാമാക്കപ്പെട്ടതാണ്. ഫൽഖംറു ഹുർരിമത്, മദ്യം നിഷിദ്ധമാക്കപ്പെട്ടു. യഖീനൻ, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഉറപ്പുള്ള കാര്യമാണത്. ഫസ്മഅൻ, അത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഹാദാ വഫീഹാ ഉലിദ സിബ്തുൽ ഹസൻ. അതുപോലെ ആ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ: ഒന്ന് തഹരീമുൽ ഖമർ, മദ്യം നിരോധിക്കപ്പെട്ടു എന്നതാണ്. യാതൊരു സംശയവുമില്ല, മദ്യം ഹറാമാക്കപ്പെട്ടത് മദീനയിൽ വെച്ചാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം. ഏത് വർഷമായിരുന്നു അത് എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹിജ്റ 3-ാമത്തെ വർഷം ശവ്വാലിലായിരുന്നു എന്ന അഭിപ്രായമാണ് ഇവിടെ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മദ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നിരോധിച്ചത് പല ഘട്ടങ്ങളിലായിട്ടാണ്. കാരണം ആ ജനങ്ങൾ, അറബികൾ, മദ്യത്തിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു. അതൊറ്റയടിക്ക് നിരോധിക്കപ്പെടുക എന്നത് അവർക്ക് താങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഘട്ടം ഘട്ടമായി വിലക്കുകയുണ്ടായി. ആദ്യം അല്ലാഹു അവരോട് അതിൽ ഉള്ള തിന്മയാണ്, അതുകൊണ്ട് ഉള്ള ഉപകാരത്തെക്കാൾ നല്ലത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയുണ്ടായി. വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. മദ്യത്തിൽ അതിന്റെ ആളുകൾ ചില ഉപകാരങ്ങൾ കാണാറുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അറബികൾ അവർ കള്ളു കുടിച്ചാൽ പിന്നെ എന്തും ആളുകൾക്ക് എടുത്തു കൊടുക്കുമായിരുന്നു. വലിയ ദാനശീലരാകാറുണ്ടായിരുന്നു. അതിഥികൾക്ക് വേണ്ടി എന്തും കൊടുക്കാൻ അവർ, കുടിച്ചു കഴിഞ്ഞാൽ ലക്ക് കെട്ടാൽ അവർ തയ്യാറായിരുന്നു. അത് ചിലർക്ക് ഉപകാരമായി തീരും. പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന തിന്മകളാണ് കൂടുതൽ. ഉമ്മുൽ കബായിർ അല്ലെങ്കിൽ ഉമ്മുൽ ഖബായിസ് എന്നാണ് മദ്യത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. അത് തിന്മകളുടെ മാതാവാണ്. എല്ലാ തിന്മയിലേക്കും ഒരാളെ മദ്യം നയിക്കും. ഒരാൾ തന്നെ വിടപ്പെട്ടതെന്തും മദ്യത്തിനടിമയായാൽ, മയക്കുമരുന്ന് പോലുള്ളതിനടിമയായാൽ അയാൾ വിറ്റു തീർക്കും. തന്റെ കുടുംബക്കാരെ, താൻ സംരക്ഷിക്കേണ്ടുന്ന തന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ വിറ്റിട്ടായാലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അടിമയായാൽ വലയ്യാദു ബില്ലാഹ്, ഒരുവൻ അത് കിട്ടാൻ എന്തു വഴിയും, എന്ത് നിന്ദ്യമായ വഴിയും സ്വീകരിക്കും. അതാണ് അതിന്റെ അപകടം. അത് മനുഷ്യന്റെ ബുദ്ധിയെ നീക്കിക്കളയുന്നതാണ്. ഖമർ എന്നതിന് പേര് വരാൻ തന്നെ കാരണമതാണ്. ഖമർ എന്നാൽ മാ ഖാമറൽ അഖൽ, ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ്. ഖിമാർ എന്ന് പറഞ്ഞാൽ തലയിൽ ധരിക്കുന്ന തട്ടത്തിന് എന്തു പറയും? ഖിമാർ. കാരണം അതുകൊണ്ട് തല മറക്കുന്നു. ഖമർ എന്നത് ബുദ്ധിയെ മറച്ചു കളയുന്നു. ബുദ്ധി മറച്ചു കളയുക. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നൽകിയ ബുദ്ധിയെ ഒരുവൻ പണം കൊടുത്ത് ഒരുവന്റെ പണം ഉപയോഗിച്ച് അവൻ അതിനെ നശിപ്പിക്കുകയാണ്. നേർക്കുനേരെ നടന്നിരുന്ന ഒരാൾ അവൻ പണം കൊടുത്ത് മദ്യം കഴിച്ച് പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നടക്കുകയാണ്. നേർക്കുനേരെ സംസാരിച്ചവന്റെ നാവ് കുഴങ്ങിപ്പോവുകയാണ്. സ്വബോധത്തിൽ അവൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ മദ്യപിച്ചാൽ ചെയ്യുകയാണ്. അത് അങ്ങേയറ്റം മോശമായ തിന്മയാണ്. അത് കുടിക്കുന്നവന് നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കപ്പെടും. നരകക്കാരുടെ ഛലവും അവരുടെ ശരീരത്തിലെ ദ്രാവകവുമൊക്കെ ഊറ്റി അത് കുടിപ്പിക്കപ്പെടുമെന്നാണ്. വൽഇയാദു ബില്ലാഹ്. അതിന്റെ തുടക്കം അത് ചിലപ്പോൾ ഒരു തുള്ളി കഴിച്ചിട്ടായിരിക്കും. ചിലർ പറയും ഒന്ന് കുടിച്ചു നോക്കി, രുചി നോക്ക് എന്ന് പറയും. മയക്കുമരുന്നിനൊക്കെ അടിമയായ ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്നത് കാണാം, ഏതെങ്കിലും ഒരു ചീത്ത കൂട്ടുകാരൻ, പിശാചിന്റെ അനിയായ ഒരു കൂട്ടുകാരൻ അവനൊരു ഇറുമ്പ് നുണയാൻ കൊടുത്തതായിരിക്കും. ചിലർ അതിൽ പെട്ടിട്ടുള്ള ആളുകൾ പറയും, ഇത് കുടിച്ചു നോക്കി, നീ നിനക്ക് നല്ല ധൈര്യം ഉണ്ടാകും, പേടിയൊക്കെ മാറും, എന്തിനു നിനക്ക് ധൈര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുക. ഒരൽപ്പം കുടിക്കും, അതിനൊരൽപ്പം കഴിക്കും, പിന്നെ അതിനേക്കാൾ വലുതിലേക്ക്, അതിനേക്കാൾ വലുതിലേക്ക്, അതിനേക്കാൾ വലുതിലേക്ക് അങ്ങനെ പോയി ഒടുവിൽ അവൻ അതൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദീൻ മനുഷ്യന്റെ സംരക്ഷിക്കേണ്ടുന്ന വിലപ്പെട്ട കാര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ദീനാണ്. ഇസ്ലാം മനുഷ്യന്റെ വിലപ്പെട്ടതെല്ലാം സംരക്ഷിക്കുന്ന ദീനാണ്. അവന്റെ ബുദ്ധിയെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മദ്യം ഈ ദീനിൽ വിലക്കപ്പെട്ടിട്ടുള്ളത്. അവന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മുർത്തദ്ദിന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവന് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ശിക്ഷ നടപ്പാക്കാൻ അള്ളാഹു വിധിച്ചിട്ടുള്ളത്. മദ്യപാനിക്ക് ശിക്ഷയുണ്ട് എന്നതുപോലെ അഭിമാനം അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വ്യഭിചാരാരോപണം തെളിവില്ലാതെ ഒരുവൻ നടത്തിയാൽ അവന് ശിക്ഷ ഈ ദീനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സമ്പത്ത് അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മോഷ്ടാവിന് ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. രക്തം അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് രക്തം ചിന്തുന്നവർക്ക് ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ദീൻ. ആ 5 കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഈ ദീനിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന് ദീൻ തന്നെ, ഈമാൻ തന്നെ. അത് നശിപ്പിക്കുന്ന, അതിനെ കുഴപ്പത്തിലാക്കി കളയുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ശിക്ഷയുണ്ട്. ബുദ്ധി സംരക്ഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മദ്യം എന്നത് അതിന്റെ എല്ലാ നിലക്കും മദ്യം ഈ ദീനിൽ വിലക്കപ്പെട്ടിരിക്കുന്നു. വിൽക്കുന്നവനും വാങ്ങുന്നവനും അത് കൊണ്ടുപോകുന്ന വാഹനവും എല്ലാം അതുമായി ബന്ധപ്പെട്ടതെല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ലഅനത്ത് അതിന് ലഭിച്ചിരിക്കുന്നു. സമ്പത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അഭിമാനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്തം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങൾ എവിടെയാണോ, ഇസ്ലാം എവിടെയാണോ ഉള്ളത്, ഇസ്ലാം എവിടെയാണോ ശക്തിയോടെ നിലനിൽക്കുന്നത്, ഇസ്ലാം എവിടെയാണോ സ്വാധീനത്തോടെ നിലനിൽക്കുന്നത്, അവിടെ ആളുകൾക്ക് നിർഭയത്വമുണ്ടാകും. സ്ത്രീകളും കുട്ടികളും ഒക്കെ നിർഭയത്വത്തോടെ അവിടെ ഇസ്ലാം മുറുകെ പിടിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ചരിത്രമാണ്, അത് അനുഭവ യാഥാർത്ഥ്യമാണ്, ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യം. ഇതിനുശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പേരക്കുട്ടികളിൽ ഫാത്തിമയുടെ, അലിയുടെ റളിയല്ലാഹു അൻഹുമ 2 മക്കളിൽ മൂത്തയാൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 3-ാമത്തെ വർഷം റമദാനിലാണ് എന്നാണ്. ഹിജ്റ 3-ാമത്തെ വർഷം റമദാനിലാണ്. ഹസന്റെയും ഹുസൈനിന്റെയും ശ്രേഷ്ഠതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിലുണ്ടായ പല സംഭവങ്ങളും മുൻപുള്ള ഈ സീറയുടെ ദർസുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇത് നോക്കൂ, അടുത്ത ഈ ഉർജൂസയിലെ വരികൾ. وكان في الرابعة الغزو إلى بني النضير في ربيع أولا. وكان في الرابعة
ഹിജറ 4-ാം വർഷമാണ് ഉണ്ടായത് അൽ ഗസ്വ, യുദ്ധമുണ്ടായത്, സൈനിക നീക്കമുണ്ടായത്. ഇല ബനു നദീർ, ബനു നദീർ എന്ന യഹൂദ ഗോത്രത്തിലേക്ക്. ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസമായിരുന്നു അത് സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, ഉഹദിന് ശേഷം, ഹംറാഉൽ അസദിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ശത്രുക്കളും തമ്മിൽ ഒരു മുഖാമുഖമായ ഒരു പോരാട്ടത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയ അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് ബനു നദീർ ഗോത്രവുമായുണ്ടായ, അവരിലേക്കുണ്ടായ സൈനിക നീക്കം. ഉഹദ് യുദ്ധത്തിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉഹദിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ നഷ്ടം, അവർക്കുണ്ടായ പ്രയാസങ്ങൾ, ഇത് അറബികൾക്കിടയിൽ, മറ്റുള്ള പ്രദേശക്കാർക്കിടയിൽ മുസ്ലിമീങ്ങളുടെ സൽപ്പേരിന്, അവരുടെ ധീരതക്കും അവരുടെ ശക്തിക്കുമൊക്കെ ആ ഒരു നല്ല പേര് ആളുകൾക്കിടയിൽ ഉണ്ടായത്, അത് പൊയ്പോകാൻ, മുസ്ലിമീങ്ങളെ വേണമെങ്കിൽ നശിപ്പിക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും എന്ന രൂപത്തിൽ ഒരു ചിന്ത ശത്രുക്കൾക്കുണ്ടാകാൻ ഉഹദിലെ പരാജയം കാരണമായി. അതുകൊണ്ടാണ് നോക്കൂ, ഉഹദിന് ശേഷം മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ ശത്രുക്കളിലെ പല കൂട്ടരും പല നിലക്ക് ഒരുമ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കിയ ചില സംഭവങ്ങൾ ഉഹദിന് ശേഷം ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കിയ ചില സംഭവങ്ങൾ ഉഹദ് യുദ്ധത്തിന് ശേഷം ഉണ്ടായത് അതുകൊണ്ടാണ്. അതിലൊരു സംഭവമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സഹാബിമാരെ മുശ്രിക്കീങ്ങളുടെ ചില നീക്കങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞയച്ച ഒരു സംഭവം. ആ സംഘത്തിൽ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആ സംഘത്തിലുണ്ടായിരുന്നു. ഈ 10 പേർക്ക് എന്തു സംഭവിച്ചു? അവർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് പോവുകയാണ്. അവരൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ നിന്നു. അങ്ങനെ അവർ കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരുവും മറ്റും ശത്രുക്കളിൽ ചില ആളുകൾക്ക് ലഭിക്കുകയുണ്ടായി. അവർക്ക് മനസ്സിലായി, മദീനക്കാരായ ചില ആളുകൾ, ആ കുരു കണ്ടാൽ അവർക്ക് മനസ്സിലാവും മദീനയിലെ തമ്രാണ്, മദീനക്കാരായ മുസ്ലിമീങ്ങളായ ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ കാലടികൾ പിന്തുടർന്ന് ശത്രുക്കൾ ചെല്ലുകയും ഈ 10 സഹാബിമാർ അവർ വളയുകയും ചെയ്തു. അവരൊരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നു. എന്നാൽ ശത്രുക്കൾ അവരെ വളഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ താഴെ ഇറങ്ങുക, ഞങ്ങളൊന്നും ചെയ്യുകയില്ല, കരാറാണ് എന്ന് പറഞ്ഞു. അവരിൽ 7 പേർ ഇറങ്ങിയില്ല. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഒരു കാഫിറിന്റെ കരാറിൽ ഞാൻ താഴെ ഇറങ്ങാൻ പോകുന്നില്ല. ആ 7 പേർ കൊല്ലപ്പെട്ടു. ആസിം റളിയല്ലാഹു അൻഹു അടക്കം 7 പേർ കൊല്ലപ്പെട്ടു. ബാക്കി 3 പേർ ഇവരൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞതിനനുസരിച്ച് താഴെ ഇറങ്ങി. താഴെ ഇറങ്ങിയ ഉടനെ ഈ സഹാബിമാരുടെ വില്ലിന്റെ ചരട് അഴിച്ചു കളയുകയും അവരവർ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. അപ്പൊ കൂട്ടരിൽ ഒരാൾ പറഞ്ഞു, ഇത് ഒന്നാമത്തെ ചതിയാണ്, ചതി ഇവിടെ തുടങ്ങിയിരിക്കും, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. ആ സഹാബി അവർ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ബാക്കി 2 പേരെ മക്കയിലേക്ക് കൊണ്ടുപോയി. അവരിൽ ഒരാളെ ആദ്യം കൊന്നു, മക്കയ്ക്ക് ഹറമിന് പുറത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തി. 3-ാമൻ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആണ്. ആസിം റളിയല്ലാഹു അൻഹു ശത്രുക്കൾ വളഞ്ഞ ആ സമയത്ത് ചെയ്ത ഒരു ദുആ നമുക്ക് സഹീഹ് ബുഖാരിയിൽ കാണാം. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുവേ അഖ്ബിർ അന്നാ നബിയക, ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വിവരം നിന്റെ നബിയെ അല്ലാഹുവേ നീ അറിയിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സഹാബിമാരുടെ വിശ്വാസം എന്തായിരുന്നു? സഹാബിമാരിൽ ഔലിയാഇന്റെ വിശ്വാസം എന്തായിരുന്നു? ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വലിയ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാൻ.
ജീവിച്ചിരിക്കെ മാത്രമല്ല മരണശേഷം കറാമത്ത് വെളിപ്പെട്ട സഹാബിയാണ് ആസിം റളിയല്ലാഹു അൻഹു. കാരണം ആസിമിനെ മുശ്രിക്കുകളിൽപ്പെട്ട ഒരു പെണ്ണ് ശപഥം ചെയ്തിരുന്നു, ഞാൻ ആസിമിന്റെ തലയോട്ടിയിൽ അതിൽ മദ്യമൊഴിച്ചു കുടിക്കുമെന്ന്. കാരണം യുദ്ധങ്ങളിൽ മുൻപ് കഴിഞ്ഞ യുദ്ധങ്ങളിൽ ആസിം റളിയല്ലാഹു അൻഹു അവർക്ക് വരുത്തിവെച്ച നഷ്ടങ്ങളുടെ പേരിൽ. എന്നാൽ ആസിം റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തിരുന്നു എന്നാൽ ഞാനൊരു കാഫിറിനെ സ്പർശിക്കുകയില്ല, എന്നെ ഒരു കാഫിർ സ്പർശിക്കുകയില്ല എന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ സംരക്ഷിച്ചു. മുശ്രിക്കുകൾ അദ്ദേഹത്തിന്റെ ശരീരം അത് വെട്ടിക്കീറാൻ അതിനടുത്തേക്ക് വന്നപ്പോൾ ഒരു കടന്നൽ കൂട്ടം അവിടെ വരികയാണ്. അടുക്കാൻ സാധിക്കുന്നത് വരുന്നവന്റെ മുഖത്തേക്ക് കടന്നൽ കൂട്ടം ചെല്ലുകയാണ്. അവർ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് പിന്നെ വരാം, ഇത് പോയിട്ട് പിന്നെ വന്ന് നമുക്ക് ആസിമിന്റെ ശരീരം എടുക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ വെള്ളപ്പാച്ചിൽ വന്ന് മഴ വന്ന് ആസിം റളിയല്ലാഹുവിന്റെ ശരീരം കൊണ്ടുപോവുകയാണ്. ഒരാൾക്കും ആ ശരീരം ലഭിക്കുകയുണ്ടായില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശരീരത്തെ സംരക്ഷിച്ചു, മുശ്രിക്കുകൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള സഹാബിയാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ സഹാബി എന്താണ് ദുആ ചെയ്യുന്നത്? ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക്, അല്ലാഹുവേ ഞങ്ങളുടെ വിവരം നിന്റെ നബിയെ നീ അറിയിക്കണമേ. സഹാബിമാരുടെ വിശ്വാസം എന്താണ്? എവിടെ നടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും അറിയുമെന്നാണോ? അല്ല, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ആളുകളുടെ ഖൽബ് മുഹൈദ്ദീൻ ശൈഖ് കാണുമെന്നാണ് മൊയ്തീൻ മാലക്കാരൻ പറയുന്നത്. ഇപ്പൊ മദ്രസയിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാല. വീണ്ടും യാ സുബ്ഹാനല്ലാഹ്, മദ്രസകളിൽ കുട്ടികളെ വീണ്ടും ഹിഫ്ളാക്കിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത്? മാല. കാരണം ഇതൊക്കെ നാട് നീങ്ങിപ്പോയി എന്ന് മുസ്ലിയാക്കന്മാർക്ക് തോന്നിയപ്പോൾ വർഷാവർഷം മൗലിദ് ചൊല്ലിച്ചാൽ മാത്രം പോരാ, കുട്ടികൾക്ക് മാല ഹിഫ്ളാക്കിക്കണം. വീണ്ടും തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, നാട് നീങ്ങിപ്പോയി എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഷിർക്കിന്റെ ബൈത്തുകൾ, കുഫറിന്റെ ബൈത്തുകൾ, അത് വീണ്ടും ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് ആ പഴയ ജാഹിലിയത്തിന്റെ തലമുറയോട് ഉണ്ടാക്കാൻ മുസ്ലിയാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തൗഹീദ് പഠിച്ച മക്കൾ, തൗഹീദ് പഠിച്ചവർ അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് വെറുതെ വിട്ടുകൂടാ. ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. തൗഹീദ് നമ്മൾ പഠിപ്പിക്കണം, ഇത് പഠിക്കണം. സഹാബത്തിന്റെ സംഭവം നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഖുർആനിന്റെ ഹദീസിന്റെ തെളിവുകൾ ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. എന്താണ് നിങ്ങൾ ഈ പറയുന്ന മാലയിലെ വിശ്വാസവും അബൂജഹലിന്റെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്നവരോട് ചോദിക്കണം. അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിൽ നമ്മളെ തളച്ചിടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഒന്നും ചോദിക്കാൻ വിടരുത്. ചോദിക്കുക, എന്താണ് അബൂജഹലിന്റെ വിശ്വാസം? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയും. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് തേടും. ഇവർ അള്ളാഹുവിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്കാനാണ്, ഇവർ അള്ളാഹുലേക്ക് ഞങ്ങളുടെ ശുപാർശക്കാരാണ്. അബൂജഹലിന്റെ വിശ്വാസം നിങ്ങൾ പറഞ്ഞോ, ഒരിക്കലും മുസ്ലിയാക്കന്മാർക്ക് അത് സഹിക്കാൻ സാധിക്കുക. അത് മാത്രം പറയാൻ അവർ സമ്മതിക്കില്ല. കാരണം അതിൽ അവരുടെ എല്ലാ ആദർശവും അടിയോടെ, അടിത്തറയോടെ, അടിവേരോടെ പിടിതെറിയപ്പെടും. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഇതായിട്ടാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഏതൊരാൾക്കും ഇതും അവരുടെ വിശ്വാസവും മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ആ തെളിവ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഇത് ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. തൗഹീദിന്റെ തെളിവുകൾ നമ്മൾ പഠിക്കണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വീണ്ടും ജാഹിലിയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ, ആ പഴയ മാല മൗലീദുകളുടെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകാൻ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആളുകൾ യുക്തിവാദത്തിലേക്കും മതനിഷേധത്തിലൊക്കെ പോകുമ്പോൾ മുസ്ലിയാക്കന്മാർ എടുക്കുന്ന പണി നോക്കി ജനങ്ങളെ മാല പഠിപ്പിക്കാൻ ഇറങ്ങിയാണ്. അള്ളാഹ് അവരുടെ ഷർറിൽ നമ്മൾ ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക്, അല്ലാഹുവേ ഞങ്ങളുടെ ഈ വിവരം നിന്റെ നബിയെ നീ അറിയിക്കണമേ. നബി അറിയും എന്നല്ല വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയില്ല എന്നാണ് വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മദീനത്തുണ്ട്. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചോ? ഇല്ല, അല്ലാഹുമ്മ എന്നാണ് വിളിക്കുന്നത്.
അള്ളാഹു ഈ വിവരം നിന്റെ നബിയെ ഞങ്ങളെ കുറിച്ചുള്ള വിവരം അറിയിക്കണേ എന്നാണ് പറയുന്നത്. അതാണ് സഹാബിമാരുടെ വിശ്വാസം. അതാണ് സഹാബിമാരുടെ വിശ്വാസം. അല്ലാതെ യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വിളിക്കുകയല്ല സഹാബിമാരുടെ വിശ്വാസം. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആസിം റളിയല്ലാഹുവിനെ അവർ കൊലപ്പെടുത്തി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധിയായി അവർ പിടിക്കുകയുണ്ടായി. മക്കയിൽ ഒരു വീട്ടിൽ ബന്ധിയായി ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴിയുകയാണ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ആ കാലയളവിൽ ഖുബൈബിനെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലതാ മുന്തിരിക്കുലകൾ. അതിൽ നിന്ന് അദ്ദേഹം തിന്നുന്നു. മുശ്രിക്കായ പെണ്ണ് പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ഖുബൈബ് മക്കയിലെ ആ സമയത്തില്ലാത്ത മുന്തിരി അത് കൈകൊണ്ട് തിന്നുന്നത്. അള്ളാഹു ഖുബൈബിന് നൽകിയ റിസ്ഖാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ കഴിയവേ ഒരിക്കൽ ഖുബൈബ് അവരോട് തന്റെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി കത്തി ചോദിച്ചു. കത്തി കൊടുത്തു. കത്തി ഖുബൈബിന്റെ കയ്യിലുള്ള സമയത്ത് മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയൊരു കുഞ്ഞ് പോയി ഖുബൈബിന്റെ മടിയിലിരുന്നു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ആ വീട്ടിലുള്ള സ്ത്രീ ഞെട്ടിപ്പോയി. കാരണം ഖുബൈബ് ബന്ധിയായി പിടിക്കപ്പെട്ടതാണ്. കയ്യിൽ കത്തിയുമുണ്ട്, മടിയിൽ കുട്ടി പോയിരിക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ കരുതുന്നുണ്ടോ ഞാൻ ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന്? ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹു വിട്ടേച്ചു. ആ സ്ത്രീ പറയുകയാണ്, ഇതുപോലൊരു ബന്ധിയെ, ഇതുപോലൊരു തടവുകാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഖുബൈബിനെ പോലെ. എന്നിട്ട് അവർ ആ സഹാബിയെ കൊല്ലാൻ വേണ്ടി ഹറമിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹറം പ്രദേശത്തിനകത്ത് ഒരു കൊല്ലുകയില്ല. ഹറം പ്രദേശത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ആളുകളൊക്കെ നോക്കുകയാണ്, സ്ത്രീകളും കുട്ടികളുമെല്ലാം. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് അദ്ദേഹം ചുരുക്കി നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുബൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ഞാൻ ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. ആ കൂട്ടത്തിലുള്ള സഹാബിമാരോട് മുശ്രിക്കുകൾ ചോദിച്ചു, എന്നാൽ ഇതാ നീ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയി, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആവുക എന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തായിരുന്നു അവരുടെ മറുപടി? ഞാൻ എന്റെ വീട്ടിൽ ഒരു പ്രയാസവും ബാധിക്കാതിരിക്കുക, പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറക്കുക എന്നതുപോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നബിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നതിന് പകരം എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക, അതുപോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഖുബൈബിനെ അവർ കൊന്നുകളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ മരിച്ചു വീണാൽ അത് ഏത് രൂപത്തിലായാലും എവിടെയായിരുന്നാലും അതെനിക്ക് പ്രശ്നമില്ല. അവർക്കെതിരിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ അഹ്സിഹിം അദദ എന്ന് പറഞ്ഞ് ഖുബൈബ് റളിയല്ലാഹു അൻഹു അവർക്കെതിരിൽ അവിടെ ദുആ ചെയ്യുകയുണ്ടായി. ആ മഹാനായ സഹാബി അവിടെ ഷഹീദായി കൊല്ലപ്പെട്ടു. ആ രൂപത്തിൽ പിടിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നവർക്കെല്ലാം ഉള്ള ഒരു സുന്നത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. അതെന്താണ്? അതിനു മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. ഇതോടൊപ്പം അതേ സന്ദർഭത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് നമ്മൾ പലരും കേട്ടിട്ടുള്ള 70 സഹാബിമാരെ മുശ്രിക്കുകൾ വഞ്ചിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം. ഇത് മുഹദിന് ശേഷമാണ്. ചിലർ വന്ന് പറഞ്ഞു, നജിദിലേക്ക് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനും മറ്റും കുറച്ച് ആളുകൾ അയച്ചു തരണം. അങ്ങനെ ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരായ 70 സഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുകൊടുത്തു. അവരിൽ ഹറാം ഇബ്നു മിൽഹാൻ എന്നു പേരുള്ള അനസ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയുടെ സഹോദരനായ സഹാബിയെയും അയച്ചിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി ആമിർ ഇബ്നു തുഫൈൽ എന്നു പേരുള്ള കൊടും ക്രൂരനായ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ശത്രുവായ ഒരു മുശ്രിക് ഉണ്ടായിരുന്നു നജിദിന്റെ ഭാഗത്ത്. അയാളായിരുന്നു ഈ സഹാബിമാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്തത്. അയാളുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി സഹാബി ചെന്നു എന്നാണ്. അവൻ ആ കത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഒരു ന്യായവും ഒരു മര്യാദയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൂതനെ കൊന്നുകളയുകയാണ്. ആദ്യം തന്നെ ദൂതന്മാരെ, കത്തുമായി വരുന്ന ദൂതന്മാരെ കൊല്ലാൻ പാടില്ല എന്നാൽ
മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് രണ്ടുപേർ വന്നു പിൽക്കാലത്ത്. ആരാണ്? ഒരു കള്ളപ്രവാചകന്റെ അനുയായികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിശ്വാസം? രണ്ടുപേരും പറഞ്ഞു, അതെ, ഈ കള്ളപ്രവാചകൻ അവൻ നബിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൂതന്മാർ, റസൂലുകൾ, ശത്രുക്കൾ അയക്കുന്ന ദൂതന്മാർ, കത്തുമായി അയക്കുന്നവർ, അവരെ കൊല്ലാൻ പാടില്ലായിരുന്നു. അവരെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊലപ്പെടുത്തുമായിരുന്നു, വധശിക്ഷ നിങ്ങൾക്ക് നടപ്പിലാക്കുമായിരുന്നു. അവിടെ കള്ളനബിയെ, കള്ളപ്രവാചകങ്ങൾ വിശ്വസിക്കുക എന്നത് റിദ്ദത്താണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. ആ മുർത്തദ്ദികളായിട്ടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ദൂതന്മാരാണ്, റസൂലുകളാണ്. ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് അയക്കുന്ന ദൂതന്മാർ. അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നത് അത് മര്യാദയാണ്. ആളുകളെല്ലാം മുമ്പേ പാലിച്ചു പോകുന്ന മര്യാദയാണ്. അത് പരസ്പര ആളുകൾ പരസ്പര ധാരണയിലുള്ള കാര്യമാണ്. ആ ധാരണ ലംഘിക്കുക എന്നത് വഞ്ചനയാണ്, ചെയ്യാൻ പാടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൂതനെ ആമിർ ഇബ്നു തുഫൈൽ കൊന്നുകളയാണ്. പിന്നിൽ നിന്ന് വന്ന് കുത്തി. ആ കുത്ത് പിന്നിലൂടെ കുത്ത് വന്ന് മുന്നിലേക്ക് ആയുധം വന്നു. ഇത് ഉണ്ടായ ഉടനെ ഈ മഹാനായ സഹാബി ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെ സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു. ഫുസ്തു വറബ്ബിൽ കഅബ എന്ന് ഈ മഹാനായ സഹാബി പറയുകയുണ്ടായി. പിന്നീട് ഈ ബാക്കിയുള്ള എല്ലാവരെയും 70 പേരെയും ഇവർ കൊലപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നാൽ ഒരു ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്ലിമീങ്ങൾക്കും ഇത് വലിയ പ്രയാസമുണ്ടായി, വലിയ ദുഃഖമുണ്ടാക്കി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടർക്കെതിരിൽ ഒരു മാസം നിസ്കാരത്തിൽ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചത്. നിസ്കാരത്തിൽ ഖുനൂത്തോതി, അപകടമുണ്ടായാൽ ചൊല്ലുന്ന നാസിലത്തിന്റെ ഖുനൂത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ദുആ ചെയ്തത്. ഇതിനു ശേഷമാണ് നമ്മൾ നേരത്തെ ഈ സീറയിൽ, ഈ കവിതയിൽ വായിച്ച ബനു നദീർ ഗോത്രവുമായുള്ള അവർക്കെതിരെയുള്ള സൈനിക നീക്കം ഉണ്ടായത്. കാരണം ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നാൽ അമർ ഇബ്നു ഉമയ്യ എന്നുപേരുള്ള ഒരു സഹാബി, അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കൊടും ക്രൂരനായ മുശ്രിക് ആമിർ ഇബ്നു തുഫൈൽ, അദ്ദേഹം മുദർ ഗോത്രക്കാരനായതുകൊണ്ട്, ഈ സഹാബി മുദർ ഗോത്രക്കാരനായതുകൊണ്ട് വലിയൊരു ഗോത്രമാണ്, അയാൾ കൊല്ലാതെ വിട്ടയച്ചു. ഈ സഹാബി തിരിച്ചു വരുമ്പോൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ച ഗോത്രക്കാരിൽ രണ്ടുപേരെ വഴിക്ക് വെച്ച് കണ്ടു കൊലപ്പെടുത്തി. പക്ഷെ യഥാർത്ഥത്തിൽ ആ രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറുണ്ടാക്കിയ രണ്ടാളുകളായിരുന്നു. അത് ഈ സഹാബിക്ക് അറിയില്ല, അബദ്ധത്തിൽ ചെയ്തുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ അവർക്ക്, കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാമെന്നത് ജൂതന്മാരുമായി മുസ്ലിമീങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ കരാറിലുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം വലിയ തുകയായിരിക്കും. അത് കൊടുക്കാൻ, അതിന്റെ കാര്യം സംസാരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്രക്കാർ ആ ജൂതന്മാരുടെ അരികിലേക്ക് ചെന്നു. അവർ താമസിക്കുന്ന ഇടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അവിടെ ചെന്നപ്പോൾ ജൂതന്മാർ പറഞ്ഞു, നമ്മൾ സഹായിക്കാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അബുൽ ഖാസിം, ഞങ്ങൾ സഹായിക്കാം, നിങ്ങളിവിടെ നിൽക്ക്, ഇപ്പൊ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് ഖൗമ് അങ്ങോട്ടേക്ക് മാറി നിന്നു. എന്നിട്ട് അവർ ഗൂഢാലോചന നടത്തുകയാണ്. ഇതാ ഇപ്പൊ നല്ല അവസരമാണ്, എന്തു ചെയ്യുക? മുഹമ്മദ് ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്ത് ചുമരിന് മുകളിലേക്ക് കയറി ഒരു ഭാരമുള്ള കല്ലെടുത്ത് തലയിലിട്ട് നിങ്ങൾ കൊന്നുകളയുക എന്നവർ പരസ്പരം ഗൂഢാലോചന നടത്തി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരിൽ ഒരുവൻ അതിന് തയ്യാറായി കല്ലുമെടുത്ത് മുകളിലേക്ക് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഥ അള്ളാഹുവിന്റെ വഹി വരികയാണ്. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവിടെ നിന്ന് മാറി. ബനു നദീർ ഗോത്രക്കാരുടെ അരികിൽ നിന്ന് വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നിടത്ത് തന്നെ തിരിച്ചു പോകും. ഈ സംഭവത്തോടെ ബനു നദീർ ഗോത്രക്കാർ മുസ്ലിമീങ്ങളോടുണ്ടാക്കിയ കരാർ അവർ തന്നെ ലംഘിച്ചു. മുസ്ലിമീങ്ങളെ അവർ വഞ്ചിച്ചു, ചതിച്ചു. ഈ രൂപത്തിൽ കരാർ ഒരു കൂട്ടർ ലംഘിച്ചാൽ പിന്നെ കരാർ എന്നത് ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നതല്ല, അത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അപ്പുറത്തും മുറിഞ്ഞാൽ ഇപ്പുറത്തും മുറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സൈന്യവുമായി ബനു നദീർ ഗോത്രക്കാരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ജൂതന്മാർ അവർ നിസാരക്കാരായ അല്ല. യഥാർത്ഥത്തിൽ ബനു ഖൈനുഖാ ഗോത്രത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 3 ഗോത്രക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ബനു ഖൈനുഖാ, ബനു നദീർ, പിന്നെ ബനു ഖുറൈള. ബറകല്ലാഹു ഫീക്. ഈ 3 കൂട്ടർ. ഇതിൽ രണ്ടാമത്തെ കൂട്ടരുടെ കഥയാണിത്. അവരുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെല്ലുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വിധിയാലതാ ഈ ഗോത്രം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എങ്ങനെയായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും അവരുടെ അരികിലേക്ക് ചെന്നു. അവരാദ്യം പേടിച്ചുപോയി. എന്നാൽ മുനാഫിക്കുകളായ ആളുകൾ, മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ, ഈ ജൂതന്മാരുടെ കൂട്ടാളികളാണ്. അവർ യഹൂദികളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങളെങ്ങാനും ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. നിങ്ങൾക്കെതിരിൽ ഒരാളെയും ഞങ്ങൾ അനുസരിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് യുദ്ധം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ സഹായിക്കാൻ യുദ്ധത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നവർ പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ ഈ സംഭവം വിവരിക്കുന്ന, ബനു നദീർ ഗോത്രത്തിന്റെ ഈ സംഭവം വിവരിക്കുന്ന ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹശ്ർ. അല്ലാഹു ആ സൂറത്തിൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അലം തറ ഇലൽ ലദീന നാഫഖു യഖൂലൂന ലിഇഖ്വാനിഹിം الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قتلتم لننصرنكم والله يشهد إنهم لكاذبون. നീ കണ്ടില്ല ഒരു കൂട്ടരെ, അവർ അവരുടെ സഹോദരങ്ങളായ അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറുകളോട് പറഞ്ഞു, നിങ്ങളെങ്ങാനും പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും കൂടെ പുറത്തു വരും, നിങ്ങൾക്കെതിരെ ഒരാളെ ഞങ്ങൾ അനുസരിക്കുകയില്ല, നിങ്ങൾക്ക് നേരെ യുദ്ധമുണ്ടായി ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, അവർ കളവ് പറയുകയാണ്. ലഇൻ ഉഖ്രിജൂ ലാ യഖ്റുജൂന മഅഹും. അവർ പുറത്താക്കപ്പെട്ടാൽ ഇവർ പോകാൻ പോകുന്നില്ല കൂടെ. വലഇൻ ഖൂതിലൂ ലാ യൻസൂറുനഹും. അവർക്ക് നേരെ യുദ്ധമുണ്ടായാൽ ഇവർ സഹായിക്കാനും പോകുന്നില്ല. വലഇൻ നസറുഹും. ഇനി സഹായിച്ചാലും ലയവല്ലുന്നൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ. പിന്തിരിഞ്ഞോടും, പിന്നെ അവർക്ക് വിജയം ലഭിക്കുകയില്ല. ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്. അല്ലാഹുവിനേക്കാൾ അവർ നിങ്ങളെയാണ് പേടിക്കുന്നത്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. അവർ ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത ഒരു ഖൗമാണ്, ഒരു വിഭാഗമാണ് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ മുനാഫിക്കുകളുടെ ധൈര്യത്തിൽ ആദ്യം ഹുയയ് ഇബ്നു അഖ്തബിനെ പോലെയുള്ള ബനു നദീർ ഗോത്രത്തിന്റെ നേതാക്കന്മാർ നബിയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ല, ഞങ്ങൾ പോരാടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അവിടെ തന്നെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ബനു നദീർ ഗോത്രത്തെ അവരുടെ കോട്ടകളെ ഉപരോധിച്ചു. അള്ളാഹുവിന്റെ കൽപ്പനയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചില ഈത്തപ്പനകൾ അത് മുറിച്ചു കളയാനും കരിച്ചു കളയാനും കൽപ്പന പുറപ്പെടുവിച്ചു. അതാണ് ആ സൂറത്തിൽ പറഞ്ഞത്, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. നിങ്ങൾ ഏത് ഈത്തപ്പന മുറിച്ചിട്ടുണ്ടോ, അതല്ല അത് മുറിക്കാതെ വിട്ടിട്ടുണ്ടോ, ഫബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടെയാണ്. വലിയുഖ്സിയൽ ഫാസിഖീൻ. ആ ധിക്കാരികളെ, അവരെ അപമാനിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ ഉപരോധം വന്നപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ പേടിയിട്ട് കൊടുത്തു. അവർ പേടിച്ചിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സന്ധിക്ക് തയ്യാറായി. അവർ പറഞ്ഞു,
ഞങ്ങൾ പോയിക്കോളാം. എങ്ങനെ പോകാം? ഒട്ടകത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമോ അതൊക്കെ കൊണ്ട് നമ്മൾ പോയിക്കോളാം. ഞങ്ങളും ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അതുപോലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ആയുധങ്ങൾ ഒഴികെ, ആയുധങ്ങൾ എടുക്കാൻ പാടില്ല. ഉണ്ടാക്കി വെച്ച ആയുധങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകണം. അത് മുസ്ലിമീങ്ങൾക്ക് മുതൽ കൂട്ടാൻ. ബാക്കിയൊക്കെ എടുത്തിട്ട് സാധിക്കുന്നത്, ഒട്ടകപ്പുറത്ത് സാധിക്കുന്നതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അങ്ങനെ അവർ പോകാൻ തുടങ്ങി. പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. അതോടൊപ്പം കൗമിന്റെ അസൂയയുമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ പാടില്ല, ഇനി ഉപയോഗപ്പെടുത്താൻ പാടില്ല. അപ്പൊ എടുത്ത് നോക്കുമ്പോൾ, വീട് നോക്കുമ്പോൾ വീട്ടിൽ വിലപിടിപ്പുള്ളതായി കാണുന്നത് എന്താണ്? വീട്ടിന്റെ വാതിലാണ്. അപ്പൊ വാതിലങ്ങ് പൊളിച്ചിട്ട് വാതിലുണ്ടോ. വേറൊരുത്ത് നോക്കുമ്പോൾ ജനലാണ് കാണുന്നത്. അപ്പൊ ജനൽ പൊളിച്ചിട്ട് അതുണ്ടോ. ഇങ്ങനെ സാധിക്കുന്നതൊക്കെ കൊണ്ടുപോയി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം, സ്വന്തം കൈകൊണ്ട് അവരവരുടെ വീടുകൾ പൊളിക്കുകയാണ്. والذين أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر, അവരാണ് അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫറുകളെ ഒന്നാമത്തെ പുറത്താക്കലിൽ അവിടെ നിന്ന് പുറത്താക്കിയത്. മാ വനൻതും അൻ യഖ്റുജു, നിങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല അവർ പുറത്തു പോകും. കാരണം അത്രയും ശക്തരായിരുന്നു യഹൂദികൾ. വظنوا أنهم مانعتهم حصونهم من الله, അള്ളാഹുവിൽ നിന്ന് അവരുടെ കോട്ടകൾ അവരെ സംരക്ഷിക്കുമെന്നവർ കരുതി. فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب, അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അതാ അള്ളാഹു അവർക്ക് നാശത്തിന്റെ വഴിയൊരുക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു പേടിയിട്ട് കൊടുക്കുകയാണ്. യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീൻ, അവരുടെ കൈകൾ കൊണ്ടും മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും അവരുടെ വീടുകൾ അവർ നശിപ്പിക്കുകയാണ്. ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ കാര്യം ഉൾക്കൊള്ളൂ നിങ്ങൾ, അള്ളാഹു പറയുന്നു. അങ്ങനെ അവർ അവിടം വിട്ട് പോവുകയാണ്. ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് അവർ പോയി. അവർ ഖൈബറിലേക്ക് പോയി. ഖൈബർ മറ്റൊരു സ്ഥലമാണ്. അവിടേക്ക് പോയി. ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സൈന്യവുമായി ചെല്ലുന്നുണ്ട്. അവരിൽ ചിലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിലനിർത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വീണ്ടും അവരവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. ബനൂ ഇസ്രായേൽ യഹൂദികൾ അവരുടെ മുൻകഴിഞ്ഞ ചെയ്തികൾ കാരണത്താൽ ഇതുപോലുള്ള നിന്ദതകൾക്ക് ചരിത്രത്തിൽ ഏത് കാലത്തും അവർ പാത്രമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ പുറത്താക്കപ്പെടുക, നശിപ്പിക്കപ്പെടുക. കാരണം അതുപോലത്തെ ചെയ്തികളായിരുന്നു മുൻപ് അവർ ചെയ്തിരുന്നത്. അവരുടെ നിഷേധവും നബിമാർ അവർ കൊന്നുകളഞ്ഞതുമൊക്കെ കാരണത്താൽ ഇതാണ് അവർക്ക് ഏത് കാലത്തും ചരിത്രത്തിൽ ലഭിക്കുക. എത്രത്തോളം ചില ചരിത്രകാരന്മാർ പറഞ്ഞത് കാണാം. ബനൂ നദീർ ഗോത്രം യഹൂദികളിലെ പല ഗോത്രങ്ങളും, യഹൂദികൾ യഥാർത്ഥത്തിൽ 12 ഗോത്രങ്ങളുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 മക്കളുടെ പരമ്പര. അതിൽ ഈ പരമ്പര ബനൂ നദീർ ഗോത്രക്കാരുടെ പരമ്പര ചരിത്രത്തിൽ മുൻപ് അവരിങ്ങനെ നാടുകടത്തപ്പെട്ടിരുന്നില്ല അത്രേ. എന്നാൽ മദീനയിലെ ഈ നാടുകടത്തലോടെ അതും അവർക്ക് സംഭവിച്ചു എന്നാണ്. നോക്കൂ, ഇങ്ങനെ ചിലർ ഖൈബറിലേക്ക് പോയി, വേറെ ചിലർ ഷാമിലേക്ക് പോയി, വേറെ ചിലർ ഷാമിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ അവർ ഉപേക്ഷിച്ചു പോയ ധാരാളം ആയുധങ്ങളും അവരുടെ ഭൂമിയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകി. ബാക്കി യുദ്ധാർജിത സ്വത്ത് പോലെയല്ലായിരുന്നു ബനൂ നദീർ ഗോത്രത്തിന്റെ യുദ്ധാർജിത സ്വത്ത്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ്. അല്ലാഹു അവന്റെ റസൂലിന് അവരിൽ നിന്ന് നൽകിയ കുതിരകൾ, ഒട്ടകങ്ങൾ, ഇതിനുവേണ്ടി ഒന്നും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അവരിൽ നിന്ന് നൽകിയത് അതിനുവേണ്ടി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ആ ഭൂമിയും അതൊക്കെ അള്ളാഹു നൽകി. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പാവങ്ങളായ മുഹാജിറുകൾക്ക് ഇവർക്കൊക്കെ വിതരണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിനു വേണ്ടി ഒരു വർഷത്തേക്കുള്ള അവരുടെ ചെലവിനു വേണ്ടിയുള്ളത് മാറ്റിവെച്ചു. എന്നാൽ നബിയുടെ ദാനധർമ്മം കാരണത്താൽ അത് പെട്ടെന്ന് ഒരു വർഷമാകുന്നതിന് മുമ്പേ തീർന്നു പോകുമായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നീക്കിവെക്കാം, അതിൽ തെറ്റില്ല. ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളത്
കുറെ നാളുകൾക്ക് വേണ്ടിയുള്ളത് സമ്പാദ്യം മാറ്റിവെക്കുക തെറ്റാണോ അത്? അല്ല. അത് തവക്കുലിനെതിരാണോ? അല്ല. എന്താ നാളെ നിങ്ങൾ മരിച്ചുപോയാലോ ഇങ്ങനെ സമ്പാദിച്ചു വെക്കാൻ പാടുണ്ടോ എന്നൊന്നും പറഞ്ഞുകൂടാ. അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനധർമ്മം കാരണത്താൽ അത് വേഗം തീർന്നു പോയിരുന്നു എന്നത് വേറെ കാര്യം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അള്ളാഹു അത് നൽകുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹശ്റിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സൂറത്തുൽ ഹശ്റിനെ കുറിച്ച് സഹാബിമാർ പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സൂറത്തുൽ ഹശ്ർ എന്ന് പറഞ്ഞപ്പോൾ ഖുൽ സൂറത്തുൻ നദീർ എന്ന് പറയുക, സൂറത്തുൻ നദീർ എന്ന് പറയുക. ബനു നദീർ ഗോത്രത്തിന്റെ അവരുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആ സൂറത്തിലുള്ളത്. ആ സൂറത്തിൽ ഹശ്ർ എന്ന് പറയുന്നത്, സാധാരണ ഹശ്ർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്തായിരിക്കും? ഹശ്റിന്റെ അർത്ഥം എന്താണ്? ഒരുമിച്ച് ചേർക്കുക, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ് ഹശ്റിനുള്ളത്. അപ്പൊ പരലോകത്തെ ഹശ്റാണ് ഇവിടെ ഉദ്ദേശം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതല്ല എന്നറിയിക്കാനാണ് ആ സഹാബി അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി ഇത് പറഞ്ഞത് കാണാം. മറിച്ച് അവിടെ ഹശ്ർ എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദികളെ പുറത്താക്കിയതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂറത്തു അൻ-നദീർ എന്ന് ഈ സൂറത്ത് അറിയപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്താക്കിയ കാര്യം ആദ്യം പറയുന്നു. പിന്നീട് യുദ്ധാർജിത സ്വത്ത് ആർക്കാണ് അതിന് അവകാശമുള്ളത്? മുഹാജിറുകൾ, അൻസാറുകൾ, അവരെ കുറിച്ച് ആ സൂറത്തിൽ പരാമർശമുണ്ട്. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആയത്ത് എന്താ? വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ, അതാരെ കുറിച്ചാണ്? അൻസാറുകളെ കുറിച്ചാണ്. അതിനുശേഷം നോക്കൂ, മുനാഫിഖുകൾ യഹൂദികളോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്ത് പോകേണ്ടി വരില്ല, ഞങ്ങളും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ അവരുടെ വ്യാജ വാഗ്ദാനം, അതിനെക്കുറിച്ച് അള്ളാഹു ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ അള്ളാഹു അവർക്ക് ഏറ്റവും മോശമായൊരു ഉദാഹരണം പറഞ്ഞു. മുനാഫിഖുകൾ യഹൂദികളെ പറഞ്ഞു പറ്റിച്ചു, ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവസാന പ്രശ്നം വന്നപ്പോ പിൻവലിഞ്ഞു. ആരെപ്പോലെയാണ്? അള്ളാഹു ആ സൂറത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها. الله പറയുകയാണ്, അവരുടെ ഉദാഹരണം ശൈത്താന്റെ ഉദാഹരണമാണ്. ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, മനുഷ്യനോട് ശൈത്താൻ പറഞ്ഞു, ഉക്ഫുർ, നീ കാഫിറായിക്കൊള്ളുക, നീ അല്ലാഹുവിനെ നിഷേധിച്ചുകൊള്ളുക. ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉൻ മിൻക, പിശാചിനനുസരിച്ച് അവൻ കാഫിറായപ്പോൾ അവനത് സഹായിക്കേണ്ട ഘട്ടത്തിൽ പറയുകയാണ്, ഇല്ല, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. പരലോകത്ത് പിശാച് അവന്റെ അനുയായികളെ കൈയൊഴിയും. രണ്ടുപേർക്കുമുള്ള പ്രതിഫലം, വഴിതെറ്റിച്ചവനും വഴികേടിലായവനുമുള്ള പ്രതിഫലം എന്താണ്? അവരുടെ അവസാനം എന്താണ്? ഫകാന ആഖിബതഹുമാ അന്നഹുമാ ഫിന്നാരി ഖാലിദൈനി ഫീഹാ, രണ്ടുപേരും നരകത്തിൽ ശാശ്വതരാണ് എന്നതാണ്. വലയ്യാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വഴികേടിലായ ഒരാൾക്കും എന്ത് ന്യായം പറയാൻ സാധിക്കില്ല. അയാളാണ് എന്നെ വഴിതെറ്റിച്ചത്, ഞാൻ അയാളെ കണ്ടിട്ടാണ്, അയാളെ കുറിച്ച് ഞാൻ വലിയ ദീനുള്ള ആളാണെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ ഒരു തെമ്മാടിയായിരുന്നു, തോന്നിവാസിയായിരുന്നു എന്ന് മനസ്സിലായപ്പോ, എന്നാ പിന്നെ ഈ ദീൻ എന്തിനാണ് എനിക്ക്, ഈ ദീനുണ്ടെന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞ് ഞാനും ആ ദീൻ അങ്ങ് ഉപേക്ഷിച്ചു. അള്ളാഹുവിൽ ആ ന്യായം പ്രയോജനപ്പെടുകയില്ല. കാരണം ഈ ദീൻ ഏറ്റവും നന്നായി പാലിച്ചവരെ അള്ളാഹു നിനക്ക് മാതൃകയായി നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാർ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബിമാർ, നല്ലവരായ മുൻഗാമികൾ, മഹാന്മാരായ ഉലമ, അവരൊക്കെ ഏറ്റവും നന്നായി ഈ ദീൻ പാലിച്ചവരാണ്. അവരിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരാളും നമ്മുടെ കൂടെ ശിക്ഷ പങ്കിടാൻ, നമ്മെ ഒന്ന് പങ്കിട്ട് സഹായിക്കാൻ വരികയില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മോശമായ ഉദാഹരണം മുനാഫിഖുകൾക്ക്, അതോടൊപ്പം യഹൂദികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ സൂറത്തിലൂടെ പറയുകയുണ്ടായി. നോക്കൂ, അടുത്ത വരികൾ ഇങ്ങനെയാണ്: وبعد موت زينب المقدمة وبعده نكاح سلمة. ഉഹദിനു ശേഷം നടന്ന മറ്റ് രണ്ട് സംഭവങ്ങളാണ്. وبعد موت زينب المقدمة, നേരത്തെ പറഞ്ഞ സൈനബിന്റെ മരണം. ഇവിടെ സൈനബ് എന്നതുകൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ എന്നവരുടെ മരണമാണ്. വബഅദഹു നികാഹു ഉമ്മി സലമ, അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തതും ഇതിനു ശേഷമാണ്. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ അവരാണ് മദീനയിൽ വെച്ച് ആദ്യമായി മരണപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആദ്യം മദീനയിൽ വെച്ച് മരണപ്പെട്ടത് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. അവർ ഏതാനും മാസങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചത്. അവർക്ക് മരണപ്പെടുമ്പോൾ 30 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ എന്നതാണ് അവരുടെ പേര്. ഹിന്ദ് എന്നാണ് അവരുടെ പേര്. അവരെ ഉഹദിന് ശേഷമാണ് വിവാഹം ചെയ്തത്. വിവാഹ സമയത്ത് അവർക്ക് 27 വയസ്സായിരുന്നു. മുസലമയുടെ ആദ്യത്തെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹുവാണ്. അബൂ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിൽ പങ്കെടുത്തപ്പോൾ ഉഹദിൽ അബൂ സലമക്ക് ഒരു പരിക്കേറ്റു. മുറിവ് ഉണങ്ങാൻ 1 മാസമെടുത്തു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു സൈന്യവുമായി ചെല്ലുകയും മുശ്രിക്കുകളുടെ വേറെ ഒരു ഭാഗത്തേക്ക്, മുസ്ലിമീങ്ങൾക്ക് ഭീഷണിയായ ഒരു ഭാഗത്തേക്ക് ചെല്ലുകയും തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുറിവ് വീണ്ടും ആ മുറിവ് വർദ്ധിക്കുകയും അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയും ചെയ്തു. അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ, ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അബൂ സലമ എനിക്ക് മുൻപ് പറഞ്ഞു തന്നിരുന്നു. എന്താണത്? മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറഹു അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ اللهم أجرني في مصيبتي وأخلف لي خيرا منها إلا أخلف الله له خيرا منها. ഒരു നഷ്ടം, ഒരു പ്രയാസം ഒരാൾക്ക് ബാധിച്ചാൽ അയാൾ അല്ലാഹു കൽപ്പിച്ചത് പറയുക. എന്താണ് അല്ലാഹു കൽപ്പിച്ചത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ശ്രേഷ്ഠമായ വാക്ക്, ഇസ്തിർജാഇന്റെ വാക്ക്, അതിന്റെ പ്രത്യേകത വളരെ വലുതാണ്. അത് വളരെ വേഗം ഉത്തരം ലഭിക്കുന്ന വാക്കാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ കലിമത്ത് ഈ ഉമ്മത്തിന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു നൽകിയതാണ് എന്ന് അങ്ങനെ വരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരതിന് തെളിവ് പിടിച്ചത് യാഖൂബ് അലൈഹിസ്സലാം യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത് ഖുർആനിലില്ല. സബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. അതുപോലെ യാ അസഫാ അലാ യൂസുഫ് ഇന്നമാ അശ്കൂ ബത്തി വഹസ്നി ഇലല്ലാഹ് തുടങ്ങിയ വാക്കുകൾ മക്കളായ യൂസുഫിനെ, ബിന്യാമിനെ ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞത് കാണാം. ഇവിടെ എന്തില്ല? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നില്ല. എന്നതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ അല്ലാഹു പ്രത്യേകമായി നൽകിയതാണ് ഈ വാചകം എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. അത് ശ്രേഷ്ഠമായ വാക്കാണ്. ഒരാൾ ഒരു ദുരിതമുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ ആ വാക്ക് പറയുക. അത് അവന്റെ ഈമാൻ അറിയിക്കുന്ന വാക്കാണ്, നിസാരമായ വാക്കല്ല. ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അല്ലാഹുവിന്റെതാണ്, നാം എല്ലാം റബ്ബിന്റെതാണ്, അല്ലാഹുവിന്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ തുടക്കം അവനിൽ നിന്നാണ്, ഒടുക്കം അവനിലേക്കാണ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ, നമുക്കുള്ളതെല്ലാം നൽകിയതവനാണ്.
ഒടുക്കം അവനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ ഹുവൽ അവ്വൽ വൽ ആഖിർ. അല്ലാഹു ആദ്യമേ ഉള്ളവനാണ്, അവൻ അവസാനമില്ലാത്തവനാണ്, അവൻ ഒടുക്കമില്ലാത്തവനാണ്, അവനാണ് അവസാനമായുള്ളവൻ, അവനാണ് ആദ്യമായുള്ളവനും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം ആ പേരിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതിനിടയിൽ. അല്ലാഹു അവന്റെ നിന്നാണ് നമുക്കെല്ലാം ലഭിച്ചത്, തിരിച്ചുപോക്കും അവനിലേക്ക് തന്നെയാണ്. ഏതെങ്കിലും മുസീബത്ത് ഒരാൾ പേടിക്കുന്നുണ്ടോ, അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് സംഭവിക്കുകയുള്ളൂ. അത് തടുക്കാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മുസീബത്ത് എന്തെങ്കിലും വരുമെന്ന് പേടിക്കുന്നുണ്ടോ, അള്ളാഹു ഉദ്ദേശിച്ചാലേ വരുള്ളൂ. തടുക്കാനും ആർക്കേ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ കൂടെ എന്തു പറയുക, അല്ലാഹുമ്മ അജൂർനി ഫീ മുസീബതി. അള്ളാഹു ഈ ബാധിച്ച പ്രയാസത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് നീ എനിക്ക് പകരം നൽകണമേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജൂർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പറയുക. അബൂ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ട് ഭാര്യയായ ഉമ്മു സലമക്ക് പറഞ്ഞു കൊടുക്കാൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, പിന്നീട് അബൂ സലമ മരണപ്പെട്ടു. അബൂ സലമ പ്രിയപ്പെട്ട ഭർത്താവ്, അവർ മരണപ്പെട്ടു. ഞാനപ്പോൾ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ. അബൂ സലമയേക്കാൾ നല്ല ഒരു മുസ്ലിമിനെ ആരുണ്ട്? ആദ്യമായി മക്കയിൽ നിന്ന് ഹിജറ വന്നവരുടെ കൂട്ടത്തിൽ അബൂ സലമ ഉണ്ടായിരുന്നു. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ആദ്യം ഹിജറ വന്ന കുടുംബമാണ്. ثم إني قلتها. പക്ഷെ അത് പറയണമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഞാനത് പറഞ്ഞു. فأخلف الله لي رسول الله صلى الله عليه وسلم. മുസലമ പറയുകയാണ്, എനിക്ക് അല്ലാഹു അബൂ സലമക്ക് പകരമായി നൽകിയത് ആരെയാണ്? അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരെ പിന്നീട് വിവാഹം ചെയ്തത് അബൂ സലമയേക്കാൾ ശ്രേഷ്ഠനായ, അല്ല സർവ്വ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയാണ് ഉമ്മു സലമയെ പിന്നെ വിവാഹം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ അരികിലേക്ക് വിവാഹാലോചനയുമായി പറഞ്ഞേച്ചു. അവർ പറഞ്ഞു, ഞാൻ മക്കളുള്ള ഒരു സ്ത്രീയാണ്, എനിക്ക് മക്കളുണ്ട്, ഞാൻ ഗൈറത്തുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ രോഷമുള്ള, പ്രത്യേകിച്ച് ഭർത്താവിന് മറ്റൊരു ഭാര്യയൊക്കെ ഉണ്ടായാൽ ആ രൂപത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രോഷം അത് കൂടുതലുള്ള സ്ത്രീയാണ്, ദേഷ്യമുള്ള സ്ത്രീയാണ്, എനിക്ക് മക്കളുണ്ട്, പ്രാരാബ്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ആ സ്വഭാവം അത് നേരെയാകാൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. മക്കളാകട്ടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അവർക്ക് മക്കളുണ്ട്. സൈനബ് അവരുടെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബത്താണ്, നബിയുടെ വളർത്തുമകൾ അഥവാ നബിയുടെ ഭാര്യയുടെ മകൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മഹറമിയത്തുള്ളവരാണ് അവർ. മനസ്സിലായില്ലേ? ഭാര്യയുടെ ആദ്യ ഭർത്താവിലെ മകൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം മഹറമാണ്, പെണ്ണ് മഹറമാണ്. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ എന്നിട്ട് അവളുമായി ബന്ധപ്പെട്ടാൽ അതോടെ അവളുടെ മക്കൾ, അവളുടെ ആദ്യ ഭർത്താവിലെ പെൺമക്കൾ ഇയാൾക്ക് മഹറമായി തീരും. ഈ ഭർത്താവിന്, പുതിയ ഭർത്താവിന് മഹറമായി തീരും. അതുപോലെ ഉമർ ഇബ്നു അബീ സലമ അവരുടെ മകനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാ, മോനെ ബിസ്മി പറയ്, വഖുൽ ബിയമിനിക്, വലത് കൈ കൊണ്ട് തിന്നുക, എന്റെ അടുത്ത് നിന്ന് തിന്നുക. ഇത് ആരോടാണ് പറയുന്നത്? ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവ് അബൂ സലമയുടെ മകൻ, അബൂ സലമയിൽ അവർക്കുണ്ടായ മകൻ ഉമർ ബിൻ അബി സലമ, അദ്ദേഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉമ്മു സലമയെ വിവാഹം ചെയ്യുകയുണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ധാരാളം കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ജീവിച്ചു. 90 വയസ്സുവരെ അവർ ജീവിച്ചു എന്നാണ്. ഒടുവിൽ ഹിജറ 61 എന്നും അല്ല 62 എന്നും അവരുടെ മരണം ഹിജറ 61 അല്ലെങ്കിൽ 62, രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബലായിൽ വെച്ച് കൊല്ലപ്പെട്ട ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് അതിനുശേഷം വലിയ പ്രയാസമുണ്ടായി എന്നാണ്. ആ കാലം വരെ അവനാണ് ജീവിച്ചത്. അതിനുശേഷം അവർക്ക് വലിയ പ്രയാസമുണ്ടായി. പിന്നീട് അല്പം മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ഉമ്മു സലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഭാര്യമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ അവസാനം മരണപ്പെട്ടത് നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ കൂടെ അവിടുത്തെ സഹാബത്തിന്റെ കൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.